2019 ജനുവരി 2 പുലർച്ചെ ശബരിമലയുടെ ചരിത്രം മാറ്റിമറിച്ച ഒരു സംഭവം നടന്നു. 2 യുവതികൾ സന്നിധാനത്ത് പ്രവേശിച്ചു. കേരളം കലാപ സമാനമായ സാഹചര്യത്തിലേക്ക് നീങ്ങി. എന്നാൽ ഇപ്പോൾ വർഷങ്ങൾക്കിപ്പുറം അന്നത്തെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാർ പറയുന്നത് ഞെട്ടിക്കുന്ന കാര്യമാണ്. ശബരിമല യുവതീ പ്രവേശത്തിൽ പ്രധാന വെളിപ്പെടുത്തലുമായി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാർ രംഗത്തു വന്നിരിക്കുകയാണ്. വരാനിരിക്കുന്ന ആത്മകഥയിലാണ് വിവരങ്ങൾ. നാളെ ജില്ലാ കമ്മിറ്റി ചേർന്ന് പത്മകുമാറിനെ നടപടി സ്വീകരിക്കാനിരിക്കെയാണ് ആത്മകഥയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തുവരുന്നത്. ശബരിമല യുവതി പ്രവേശ സമയത്ത് താൻ ചതിക്കപ്പെടുകയായിരുന്നുവെന്ന് ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ പ്രതിയായ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാറിന്റെ വെളിപ്പെടുത്തൽ. അതെല്ലാം അതതു ദിവസം തന്നെ ഡയറിയിൽ കുറിച്ചു വെച്ചിട്ടുണ്ട്. ഈ സംഭവങ്ങളെല്ലാം ആത്മകഥയിലും പരാമർശിക്കുമെന്നാണ് പത്മകുമാർ അടുത്ത സുഹൃത്തുക്കളോട് വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഇടതു സർക്കാർ യുവതി പ്രവേശനത്തിനു രഹസ്യ നീക്കം നടത്തിയ ദിവസം ADGP S ശ്രീജിത്തിനെയും തന്നെയും സന്ധ്യയോടെ ശബരിമലയിൽ നിന്ന് മാറ്റിയ ശേഷമാണ് യുവതികളെ മല കയറ്റിയതെന്നും അദ്ദേഹം വെളിപ്പെടുത്തിയിട്ടുണ്ട്. ശ്രീജിത്തിനെ DGPയും തന്നെ മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയും തിരുവനന്തപുരത്തേക്ക് എത്താൻ നിർദ്ദേശം നൽകി വിളിച്ചിരുന്നു. പുലർച്ചെ 3 മണിയോടെ തിരുവനന്തപുരത്തെ ദേവസ്വം ബോർഡ് ഓഫീസിലെ മുറിയിലെത്തി TV ഓണാക്കിയപ്പോഴാണ് ശബരിമലയിൽ സ്ത്രീകളെ പ്രവേശിപ്പിച്ചതായി അറിയുന്നതെന്നും ഇതിനു പിന്നിൽ ചില കരങ്ങൾ പ്രവർത്തിച്ചതായും അതെല്ലാം പുസ്തകത്തിൽ പറയുമെന്നും പത്മകുമാർ വെളിപ്പെടുത്തുന്നു. സ്വർണ്ണക്കൊള്ള കേസിൽ രജിസ്റ്ററിൽ ചെമ്പുപാളി എന്ന് എഴുതിയത് മറ്റാരോ ആണെന്നും അതിൽ ഒപ്പിടാൻ താൻ നിർബന്ധിക്കപ്പെടുകയായിരുന്നുവെന്നുമാണ് അദ്ദേഹം പറയുന്നത്. ഈ കൈപ്പട സംബന്ധിച്ച് കൂടുതൽ പരിശോധന നടത്തണമെന്ന് SITയോട് ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. അതേസമയം കടുത്ത അച്ചടക്ക നടപടി എടുക്കുന്നത് ഒഴിവാക്കാനുള്ള പത്മകുമാറിന്റെ സമ്മർദ്ദ തന്ത്രമാണ് ആത്മകഥ പ്രസിദ്ധീകരണമെന്നും വിലയിരുത്തപ്പെടുന്നു. പ്രതിപക്ഷ നേതാവുമായും അടുത്ത ബന്ധമുള്ളവർ പത്മകുമാറിനെതിരെ കടുത്ത നടപടി എടുക്കരുതെന്ന് സമ്മർദ്ദം ചെലുത്തുന്നതായും സൂചനയുണ്ട്. പലതും പുറത്തുവന്നാൽ ഉന്നതർ കുടുങ്ങും എന്നതിനാലാണിത്. ജില്ലാ കമ്മിറ്റി എന്ത് നടപടിയെടുത്താലും വിഷയത്തിൽ അന്തിമ തീരുമാനം സംസ്ഥാന കമ്മിറ്റിയുടേതായിരിക്കും. ജില്ലാ കമ്മിറ്റി എടുത്ത നടപടി തിരുത്താൻ സംസ്ഥാന കമ്മിറ്റിക്ക് അധികാരമുണ്ട്. നിലവിൽ പത്മകുമാർ ജില്ലാ കമ്മിറ്റി അംഗമായതിനാലാണിത്. ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ ഉന്നത ഇടപെടലുകൾ പത്മകുമാറിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയാൽ വെളിയിൽ വരുമെന്ന ഭയം നേതാക്കൾക്ക് ഉള്ളതിനാൽ തൽക്കാലം നടപടിയെടുത്തെന്ന് കാണിച്ച് പ്രശ്നം അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങളും നടക്കുന്നു. പത്മകുമാറിന്റെ ആത്മകഥ പുറത്തുവന്നാൽ ശബരിമലയിലെ പല സംഭവങ്ങളും പുറത്തുവരും. ശബരിമലയിൽ മുമ്പ് പോലീസ് സംരക്ഷണത്തിൽ യുവതികൾ പ്രവേശിച്ച സമയത്ത് അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിട്ടുള്ള എ പത്മകുമാറിനെ സന്നിധാനത്ത് നിന്ന് ബോധപൂർവ്വം മാറ്റി നിർത്തിയെന്നാണ് പറയുന്നത്. അദ്ദേഹവുമായി ബന്ധപ്പെട്ടവരുടെ വെളിപ്പെടുത്തലാണിത്. തന്റെ വീട്ടിലെ യുവതികൾ ആരും ശബരിമല ദർശനത്തിന് പോകില്ലെന്ന് പ്രക്ഷോഭ സമയത്ത് പത്മകുമാർ പറഞ്ഞതിന്റെ പശ്ചാത്തലത്തിലാണ് അദ്ദേഹത്തെ അകറ്റിയത്. ഇതേ ദിവസം ശബരിമലയിൽ സുരക്ഷാ ചുമതലയിലുണ്ടായിരുന്ന അന്നത്തെ IG S ശ്രീജിത്തിനെയും സന്നിധാനത്ത് നിന്ന് മാറ്റി. പോലീസ് ആസ്ഥാനത്തേക്ക് അടിയന്തരമായി എത്താനാണ് ഇദ്ദേഹത്തോട് നിർദ്ദേശിച്ചത്.